തേൻകണി യാത്രയ്ക്ക് രതിജീവിതന്മാരെ ആവശ്യമുണ്ട്. കേക്കച്ചൻ കഴിഞ്ഞ ഒരു മാസക്കാലമായി കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ ഒരു തേൻകണി യാത്ര നടത്തുകയാണ്. ആ തേൻകണി യാത്ര കൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾക്കോ ഈ പ്രസ്ഥാനത്തിനോ എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് മാത്രം എങ്ങും നമുക്ക് ഇതുവരെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. ഈ 8-ാം തീയതി തിരുവനന്തപുരത്ത് ആ തേൻകണി യാത്ര പരിസമാപിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും കോടികൾ ചെലവഴിച്ച് എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന പോലെ കോൺഗ്രസിൽ ഇത്രയേറെ നേതാക്കന്മാരുണ്ടായിട്ടും യുവനേതാക്കന്മാരുണ്ടായിട്ടും അവർക്കൊന്നും ഒരു പ്രാധാന്യവും നൽകാതെ ഈ നെട്ടൂരിലെ ആ പഴയ മണി ചെയിൻതട്ടിപ്പുകാരൻ്റെ PR ഏജൻസികൾ ഷൂട്ട് ചെയ്ത പല തരത്തിലുള്ള ഫോട്ടോകൾ വെച്ചുകൊണ്ടുള്ള കമാനങ്ങളും ഫ്ലക്സ് ബോർഡുകളും അലങ്കാരങ്ങളും ക്യാമ്പയിനുകളും പരസ്യങ്ങളുമൊക്കെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു UDFൻ്റെ നേതൃത്വത്തിൽ നയിക്കുന്ന ഒരു യാത്ര എന്ന് പറഞ്ഞിട്ട് ഇത് ഈ VD സതീശൻ എന്ന് പറയുന്ന ഈ അല്പനെ പൊക്കുവാനുള്ള ഒരു യാത്ര മാത്രമാണ്. ഓർക്കുക, എല്ലാ സ്ഥലങ്ങളിലും ഈ വേട്ടാവളിയെ ചുമന്നു കൊണ്ടുപോകാനുള്ള ഒരു സംഘം ആളുകളെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. ഇവന്മാർക്ക് മദ്യവും പണവും കൊടുത്ത് ഈ മൂലക്കുരു ഉള്ളവനെയും ചുമന്നുകൊണ്ട് ഈ നാണം കെട്ടവന്മാർ അവൻ്റെ വളിയും സഹിച്ച് തോളിലേറ്റി പോകുന്ന ദയനീയമായ കാഴ്ച കണ്ട് കേരളത്തിലെ ജനങ്ങൾ മനം പുരട്ടൽ ഉണ്ടായി സഹികെട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവൻ്റെ തേൻകണി പരിപാടികളെല്ലാം പൊളിഞ്ഞ സാഹചര്യത്തിലാണ് ഈ തേൻകണി യാത്ര നടത്തിയത് എന്നോർക്കണം. രാഹുലിനെ തേൻകണിയിൽപ്പെടുത്തി അതിൻ്റെ വിജയഭേരി മുഴക്കിയുള്ള തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ചുകൊണ്ടുള്ളൊരു യാത്ര എന്നാണ് PR ഏജൻസികൾ ഇതിനെ ആസൂത്രണം ചെയ്തത്. എന്നാൽ കോടതിയിൽ ഇയാളുടെ തേൻകണി പരിപാടികളെല്ലാം പൊളിഞ്ഞു ആകെ പാളീസായി നിൽക്കുമ്പോഴാണ് ഈ തേൻകണി യാത്ര തുടങ്ങിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 8-ാം തീയതി ഇയാളുടെ തേൻകണി യാത്ര പരിസമാപിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന സകല ജനങ്ങളും ആർത്തു വിളിച്ചു പറയുന്നു, ഈ മനുഷ്യനെ മുന്നിൽ നിർത്തി UDF മുന്നോട്ട് പോയാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കനത്ത പരാജയം നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് വിളിച്ചു പറയുന്നു. സതീശനെ ഭയപ്പെടുന്ന, സതീശൻ്റെ CD കൈവശമുള്ളത് കൊണ്ടാവാം ഈ മുതിർന്ന നേതാക്കന്മാരെല്ലാം ഇപ്പോഴും വേറെ ഏതോ മൂഢസ്വർഗത്തിലിരിക്കുകയാണ്. അതുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ മാത്രം അവശേഷിക്കെ കേരളത്തിലെ ജനങ്ങൾ ഇവന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു, ഈ തേൻകണിക്കാരനെ മുന്നിൽ നിർത്തി നിങ്ങൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചാൽ അതിന് കനത്ത പ്രതിഫലം നൽകേണ്ടി വരും. 100-115 സീറ്റിന് വരെ സാധ്യതയുണ്ടായിരുന്ന UDFന് 2-ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വരും. വീണ്ടും ഗാലറിയിൽ ഇരുന്ന് കളി കാണേണ്ട അവസരം വരും. പിണറായിക്ക് തുടർഭരണമുണ്ടാകേണ്ടുന്ന അവസരമുണ്ടാകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുകയാണ്. സതീശൻ്റെ തേൻകണി പരിപാടിക്ക് ഉള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് കണ്ടു. അതിൻ്റെ വാർത്ത ഇപ്രകാരമാണ്: സതീശൻ്റെ തേൻകണി പരിപാടികൾക്ക് രതിജീവിതന്മാരെ ആവശ്യമുണ്ട്. എങ്ങനെയുള്ളവരെയാണ് സതീശൻ തേടുന്നത് എന്ന് നമുക്ക് നോക്കാം. സുമുഖികളായിരിക്കണം, അതുപോലെ കെട്ടുപൊട്ടി നിൽക്കുന്നവർ, പലത് കെട്ടിയവർ, കെട്ടാൻ താല്പര്യമില്ലാത്തവർ, തേൻകണി പരിപാടികളിൽ മുൻ പ്രാവീണ്യമുള്ളവർ, അതുപോലെ കെട്ടിയോന്മാർ മൊണ്ണകളായവർ, ഇവർക്കൊക്കെ ഈ രതിജീവിത വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അവർക്കുള്ള പരിപാടികൾ വളരെ ലളിതമായ പരിപാടിയാണ്. വൺസ് ഫോർ എ ലൈഫ് ടൈം എന്നാണ് അവർക്ക് നൽകുന്ന ഓഫർ. ഏതെങ്കിലും ഒരു തേൻകണി ക്ലിക്കായാൽ ജീവിതകാലത്തേക്ക് സുഖിക്കാനുള്ള പൈസ തരും എന്നാണ് ഓഫർ. വൺസ് ഫോർ എ ലൈഫ് ടൈം. ലിസ്റ്റ് കൊടുക്കുന്ന ആളുകളെ വളച്ച് വശീകരിക്കുക, അവരെ ഇവർ പറയുന്ന ഏതെങ്കിലും ഹോട്ടലിലേക്കോ ഹോം സ്റ്റേകളിലേക്കോ കൊണ്ടുപോവുക, ശാരീരികമായി ബന്ധപ്പെടുത്തിക്കുക, പറ്റുമെങ്കിൽ കൃത്യമായ തീയതി നോക്കി
ഗർഭസാധ്യതയുള്ള ഡേറ്റുകൾ നോക്കി അത്തരം തീയതികളിലേക്ക് ഇവരെ വിളിച്ചു വരുത്തുക. ഗർഭസാധ്യത ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആരെ കൊണ്ടെങ്കിലും ഗർഭം ധരിച്ച് ആ ഗർഭം ഇദ്ദേഹം പറയുന്നവരുടെ തലയിൽ ചാർത്തി കൊടുക്കുക. ഇപ്രകാരമൊക്കെ ചെയ്യുന്ന രതിജീവിതന്മാർക്ക് വമ്പിച്ച ഇനാമാണ് നൽകാൻ പോകുന്നത്. വൺസ് ഫോർ എ ലൈഫ് ടൈം. ജീവിതകാലം പിന്നെ വേറെ ഒരു പണിക്കും പോകേണ്ട, അത്രയും വലിയ പ്രതിഫലം കിട്ടും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തിക്കഴിഞ്ഞു. ഇറക്കിയ രതിജീവിതന്മാരുടെ എല്ലാം വെടിക്കെട്ട് തീർന്ന് എല്ലാം കണ്ടം വഴി ഓടി അവരുടെ സംരക്ഷകരായി എത്തിയ കേക്കച്ചിമാരെയും അല്ലാത്തോളുമാരെയും എല്ലാം ജനങ്ങൾ കണ്ടം വഴി ഓടിച്ചു. അതുകൊണ്ട് പുതിയ രതിജീവിതന്മാരെ ആവശ്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ രതിജീവിത വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് യാതൊരു കാരണവശാലും കേസോ മറ്റ് പുക്കാറുകളോ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത്തരം പണിക്കിറങ്ങി നിങ്ങളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി മാധ്യമങ്ങൾ വെളിവിടത്തില്ല, പോലീസുകാർ വെളിവിടത്തില്ല, കോടതിയിൽ വെളിവിടത്തില്ല. അതിജീവിത എന്ന പേര് രതിജീവിതന്മാർക്ക് ചാർത്തിക്കൊടുക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഇല്ലാത്ത മാനം പോകുമെന്ന് നിങ്ങൾ പേടിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. കട്ടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ വൺസ് ഫോർ എ ലൈഫ് ടൈം, ഒരായുഷ്കാലത്തേക്കുള്ളത് ഈ ചെറിയ ഡീലിലൂടെ ഉണ്ടാക്കാം. ചെയ്യേണ്ടുന്നത് ഇത് മാത്രം, നൈസായി വളച്ചു കൊണ്ടുവരിക. നിങ്ങൾ പറയുന്ന ഹോട്ടലിലോ ഹോം സ്റ്റേയിലോ എത്തിക്കുക, കാര്യം സാധിക്കുക, പിന്നെ എല്ലാം അണ്ണൻ ചെയ്തുകൊള്ളും. അതുകൊണ്ട് രതിജീവിതമാരാകാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം നെറ്റ്വർക്ക് കേക്കച്ചനുമായി ബന്ധപ്പെടുക. 8-ാം തീയതി അദ്ദേഹം തലസ്ഥാനത്തുണ്ടാവും. തേൻകണി യാത്ര അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്തരക്കാരെ ആവശ്യമുണ്ട്. കാരണം ഞങ്ങൾക്ക് കോൺഗ്രസിൽ തന്നെ നല്ല മിടുക്കന്മാരായ കുറേ ചെറുപ്പക്കാരെ പെടുത്താനുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.